ഹായ് ഹലോ വെൽക്കം ടു PSC ട്രിക്സ് വിത്ത് അമ്മു. അപ്പോൾ ഇത് നമ്മുടെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ് കേട്ടോ നമ്മൾ വർക്കൗട്ട് ചെയ്യാൻ പോകുന്നത്. ഒരുപാട് നല്ല നല്ല ക്വസ്റ്റ്യൻസ് നമുക്ക് കിട്ടുന്നുണ്ട്. വായിച്ച് പോകുമ്പോൾ നമുക്ക് അത് നെഗറ്റീവ് മാർക്ക് കളയാൻ വേണ്ടിയിട്ട് വളരെ ഹെൽപ്ഫുൾ ആവും കേട്ടോ. പഠിച്ചത് തന്നെ വീണ്ടും നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് കഴിയുകയും ചെയ്യും. പിന്നെ എല്ലാ ഭാഗത്തു നിന്നും നമുക്കൊരു റിവിഷൻ ആവുകയും ചെയ്യും. അപ്പോൾ നമുക്ക് നേരെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഇത് ഞാൻ എടുത്തിരിക്കുന്നത് VFAയുടെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും മാക്സിമം ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ തന്നെ ചെയ്തു നോക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ. കഴിയുകയാണെങ്കിൽ നിങ്ങളുടെ ആൻസറും കൂടെ ഒന്ന് നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്നും കൂടെ കമൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ. പട്ടികയിൽ നിന്ന് ശരിയല്ലാത്തത് തിരഞ്ഞെടുക്കുക. ഇവിടെ ശരിയല്ലാത്തത് ഒന്ന് മാത്രമേ ഉള്ളൂ. ശരിയായിട്ടുള്ളത് നീൽ നിർപ്പൺ രചിച്ചിരിക്കുന്നത് ദിനബന്ധു മിത്രയാണ്, ബംഗാൾ ഭാഷയിലാണ്. ഗീതാഞ്ജലി രചിച്ചിരിക്കുന്നത് രവീന്ദ്രനാഥ ടാഗോറാണ്, ബംഗാൾ ഭാഷയിലാണ്. രംഗഭൂമി പ്രേംചന്ദ്, ബംഗാൾ. അപ്പോൾ ഇത് മൂന്നും പഠിക്കാം അല്ലേ. നീൽ ദർപ്പൺ ദിനബന്ധു മിത്ര ബംഗാളിലാണ് എഴുതിയിരിക്കുന്നത്. ഗീതാഞ്ജലി രവീന്ദ്രനാഥ ടാഗോർ ബംഗാളി ഭാഷയിലാണ്. രംഗഭൂമി പ്രേംചന്ദ് ബംഗാൾ ഭാഷയിലാണ്. താഴെ പറയുന്നവയിൽ ഏത് പ്രസ്ഥാനമാണ് ജൂതർക്ക് രാജ്യം സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടെ രൂപീകരിക്കപ്പെട്ടത്? സിയോണിസ്റ്റ് പ്രസ്ഥാനമാണ് ആൻസറായിട്ട് വരുന്നത്. ഓൺലി സെക്കൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള ആൻസറാണ്. താഴെ പറയുന്നവയിൽ ഏത് പ്രസ്ഥാനമാണ് ജൂതർക്ക് രാജ്യം സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടെ രൂപീകരിക്കപ്പെട്ടത്? സിയോണിസ്റ്റ് പ്രസ്ഥാനമാണ്. പുരുഷന് യുദ്ധം സ്ത്രീക്ക് മാതൃത്വം പോലെയാണ്. ആരുടെ വാക്കുകളാണിവ? മുസോളിനി. പുരുഷൻ യുദ്ധം സ്ത്രീക്ക് മാതൃത്വം പോലെയാണ്. ആരുടെ വാക്കുകളാണിവ? മുസോളിനി. ഇവിടെ ആൻസറായിട്ട് വരുന്നത് ഓൺലി സെക്കൻഡ് എന്നുള്ള ആൻസറാണ്. കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ചേര രാജാക്കന്മാരുടെ പ്രാധാന്യം വ്യക്തമാക്കുന്ന പ്രധാനപ്പെട്ട ചരിത്ര സ്രോതസ്സുകൾ ഒന്നാണ് പതിറ്റുപത്ത്. കേരളത്തിൽ രാഷ്ട്രീയ ചരിത്രത്തിൽ ചേര രാജാക്കന്മാരുടെ പ്രാധാന്യം വ്യക്തമാക്കുന്ന പ്രധാനപ്പെട്ട ചരിത്ര സ്രോതസ്സുകളിൽ ഒന്നേതാണ്? പതിറ്റുപത്താണ്. 11ാം നൂറ്റാണ്ടിൽ രചിക്കപ്പെട്ട ഈ ഗ്രന്ഥം ഇന്ത്യയിലെ തന്നെ ഒരു പ്രധാനപ്പെട്ട വംശീയവലി ചരിതമാണ്. മൂഷകവംശ കാവ്യം. ഓൺലി ബി ആണ് ഇവിടെ ഓൺലി സെക്കൻഡാണ് ഇവിടെ ആൻസറായിട്ട് വരുന്നത്, അതായത് ബി ഓപ്ഷൻ. 11ാം നൂറ്റാണ്ടിൽ രചിക്കപ്പെട്ട ഈ ഗ്രന്ഥം ഇന്ത്യയിലെ തന്നെ ഒരു വലിയ പ്രധാനപ്പെട്ട വംശീയവലി ചരിതമാണ്. ഏതാണത്? മൂഷകവംശ മഹാകാവ്യമാണ്. പരസ്പര ബന്ധമില്ലാത്തത് തിരിച്ചറിയുക. 2ഉം 4ഉമാണ് ഇവിടെ പരസ്പര ബന്ധമില്ലാത്തത്. അപ്പോൾ ഉള്ളത് നോക്കാം. വാഗൺ ട്രാജഡി മലബാർ കലാപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. 1921 വർഷം എന്ന് പറയുന്നത്. സവർണജാഥ ഗുരുവായൂർ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് നടന്നിരിക്കുന്നു. സവർണജാഥ നയിച്ചത് മന്നത്ത് പത്മനാഭനാണ്. താഴെ പറയുന്ന 4 പ്രസ്താവനകളിൽ നിന്ന് ശരിയായത് തിരഞ്ഞെടുത്തെഴുതുക. ഇവിടെ ഓപ്ഷൻ എ ആണ്. 2ഉം 4ഉം മാത്രമാണ്. 2ഉം 4ഉം മാത്രമാണ് ഇവിടെ ശരിയായിട്ടുള്ളത്. ഇന്ത്യയിലെ ആകെ റോഡ് ദൈർഘ്യത്തിൻ്റെ 80% ഗ്രാമീണ റോഡുകളാണ്. ചതുഷ്കോണ സൂപ്പർ ഹൈവേകളുടെ നിർമ്മാണ ചുമതല നാഷണൽ ഹൈവേ അതോറിറ്റിക്കാണ്. വൈവിധ്യമാർന്ന സവിശേഷതകളാൽ സമ്പന്നമാണ് ഉപദ്വീപീയ പീഠഭൂമി. ചുവടെ ചേർക്കുന്ന പ്രസ്താവനകളിൽ നിന്ന് യോജിച്ച വസ്തുത തിരഞ്ഞെടുത്തെഴുതുക. ഓൺലി 1, 2, 3. 1, 2, 3. ഉഷ്ണമേഖല ഇലപൊഴിയും കാടുകൾ ഉൾപ്പെടുന്ന പ്രദേശമാണ് ഉപദ്വീപീയ പീഠഭൂമി. മഹാനദി, ഗോദാവരി എന്നീ നദികളുടെ ഉത്ഭവ പ്രദേശം ഉപദ്വീപീയ പീഠഭൂമിയാണ്. ധാതുക്കളുടെ കലവറ എന്ന് വിളിക്കുന്നു. ഇന്ത്യയുടെ ധാന്യപ്പുര എന്നറിയപ്പെടുന്നത് ഉത്തരമഹാസമതലമാണ്. അപ്പോൾ ഉഷ്ണമേഖല ഇലപൊഴിയും കാടുകൾ കാണപ്പെടുന്നതും മഹാനദി, ഗോദാവരി എന്നീ നദികളുടെ ഉത്ഭവ പ്രദേശവും ധാതുക്കളുടെ കലവറ എന്ന് വിളിക്കുന്നതും എന്താണ്? ഉപദ്വീപീയ പീഠഭൂമി. ഒരു അവസാദശിലയ്ക്ക് ഉദാഹരണം കൽക്കരി. ബി ആണ് നമ്മുടെ ആൻസറായിട്ട് വരുന്നത്. ഒരു അവസാദശിലയ്ക്ക് ഉദാഹരണം ഇതിലേതാണ്? കൽക്കരിയാണ്. താഴെ പറയുന്നവയിൽ വന്ദേ ഭാരത് പദ്ധതിയുമായി ബന്ധപ്പെടാത്തത് ഏത്? ഓപ്ഷൻ ഡി ആണ് ഇവിടെ ആൻസറായിട്ട് വരുന്നത്. ലോക ഓസോൺ ദിനമായി ആചരിച്ചു വരുന്ന ദിനം ഏതാണ്? സെപ്റ്റംബർ 16. എ ആണ് നമ്മുടെ ആൻസറായിട്ട് വരുന്നത്. നെൽകൃഷിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. എ ആണ് ഇവിടെ ആൻസറായിട്ട് വരുന്നത്. ഇന്ത്യയിലെ മുഖ്യ വിളകളിൽ ഒന്നാണ് നെല്ല്. ഒരു ഖാരിഫ് വിളയാണ് നെല്ല്. ഉയർന്ന താപനിലയും ധാരാളം മഴ ലഭിക്കുന്ന ഭാഗങ്ങളിലും കൃഷി ചെയ്യുന്നു. എക്കൽ മണ്ണാണ് നെൽകൃഷിക്ക് അനുയോജ്യം. എല്ലാം എന്ത് തന്നെയാണ്? നെൽകൃഷിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ്. 5ാം പഞ്ചവത്സര പദ്ധതിയെ സംബന്ധിക്കുന്ന ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം?
പ്രസ്താവന 1, 2, 3 എല്ലാം ശരിയാണ്. ഒന്നെന്താണ്? 1974, 1978 വരെയാണ് പദ്ധതി നടപ്പിലാക്കിയത്. ഗരീബി ഹഠാവോ ഈ പദ്ധതി നടപ്പിലാക്കി. ഇന്ത്യൻ നാഷണൽ ഹൈവേ സംവിധാനം ആരംഭിച്ചു. ഇതെല്ലാം 5ാം പഞ്ചവത്സര പദ്ധതിയുമായിട്ടുള്ള ശരിയായ പ്രസ്താവനകളാണ്. വർഷം എത്രയാണ്? 74 മുതൽ 78 വരെയാണ്. ഗരീബി ഹഠാവോ ഉണ്ട്. പിന്നെ ഇന്ത്യൻ നാഷണൽ ഹൈവേ സംവിധാനം 5ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് ആരംഭിച്ചത്. 1991 സാമ്പത്തിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായവ ഏതെല്ലാം? പ്രസ്താവന 1, 2 ശരിയാണ്, 3 തെറ്റാണ് എന്നുള്ളതാണ്. ഒന്നെന്താണ്? ഈ നയങ്ങളെ സ്ഥിരീകരണ നടപടികൾ, ഘടനാപരമായ പരിഷ്കരണ നടപടികൾ എന്നിങ്ങനെ 2 ഗ്രൂപ്പുകളായിട്ട് തരംതിരിക്കാം. സാമ്പത്തിക സ്ഥിരത കൈവരിക്കുന്നതിനുള്ള ഹ്രസ്വകാല നടപടികളാണ് സ്ഥിരീകരണ നടപടികൾ. അപ്പോൾ 1991 സാമ്പത്തിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട പ്രസ്താവനയിൽ ഇത് രണ്ടും നമ്മൾ ശരിയായത് രണ്ടും പഠിച്ചിരിക്കണം. ഈ നയങ്ങളെ, അതായത് സാമ്പത്തിക പരിഷ്കരണങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള നയങ്ങളെ സ്ഥിരീകരണ നടപടികൾ, ഘടനാപരമായ പരിഷ്കരണ നടപടികൾ എന്നിങ്ങനെ 2 ഗ്രൂപ്പുകളായിട്ട് തരംതിരിക്കാം. സാമ്പത്തിക സ്ഥിരത കൈവരിക്കുന്നതിനുള്ള ഹ്രസ്വകാല നടപടികളാണ് സ്ഥിരീകരണ നടപടികൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. താഴെ പറയുന്ന ജോഡികളിൽ ശരിയല്ലാത്തത് ഏത്? ശരിയല്ലാത്തത് സഹകരണ ബാങ്ക് LIC എന്നുള്ളതാണ്. ശരിയായത് ബാങ്കുകളുടെ ബാങ്ക് RBI എന്നറിയപ്പെടുന്നു. വാണിജ്യ ബാങ്കാണ് SBI. പുതുതലമുറ ബാങ്ക് എന്നറിയപ്പെടുന്നത് ICICI ആണ്. ബാങ്കുകളുടെ ബാങ്ക് RBI, വാണിജ്യ ബാങ്ക് SBI ആണ്. പുതുതലമുറ ബാങ്ക് എന്നറിയപ്പെടുന്നത് ICICI ആണ്. അത് 3ഉം പഠിച്ചിരിക്കുക. ലിസ്റ്റ് 1 നൽകിയിരിക്കുന്ന സാമ്പത്തിക പ്രവർത്തനങ്ങൾ ലിസ്റ്റ് 2 ഏത് വിഭാഗത്തിൽ ഉൾപ്പെടുന്നു? ശരി ഉത്തരം എഴുതുക. C ആണ് ഇവിടെ ആൻസർ. ഗതാഗതം തൃതീയ മേഖല, മത്സ്യബന്ധനം പ്രാഥമിക മേഖല, നിർമ്മാണം ദ്വിതീയ മേഖല. അലോഹധാതുക്കളെ സംബന്ധിച്ച് ശരിയല്ലാത്ത പ്രസ്താവന ഏത്? അലോഹധാതുക്കൾ പ്രധാനമായും കാണപ്പെടുന്നത് ഇന്ത്യൻ ഉപദ്വീപീയ പീഠഭൂമിയിലാണ് എന്നുള്ളത് തെറ്റാണ്. നമുക്ക് ശരിയായത് പഠിക്കാം. കൽക്കരി, പെട്രോളിയം, പ്രകൃതിവാതകം എന്നിവ അലോഹധാതുക്കളാണ്. ഇന്ത്യയിൽ മൈക്കയുടെ ശേഖരം കൂടുതലുള്ളത് ആന്ധ്രാപ്രദേശിലാണ്. അലോഹധാതുക്കളുടെ ഉൽപ്പാദനത്തിൽ ഇന്ത്യയിൽ പ്രധാനപ്പെട്ടത് മൈക്കയുടെ ഉൽപ്പാദനമാണ്. അത് 3 പോയിന്റ് പഠിച്ചിരിക്കുക. കൽക്കരി, പെട്രോളിയം, പ്രകൃതിവാതകം എന്നിവ എന്താണ്? അലോഹധാതുക്കളാണ്. ഇന്ത്യയിൽ മൈക്കയുടെ ശേഖരം ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്നത് ആന്ധ്രാപ്രദേശിലാണ്. അലോഹധാതുക്കളുടെ ഉൽപ്പാദനത്തിൽ ഇന്ത്യയിൽ പ്രധാനപ്പെട്ടത് ഏതാണ്? അത് മൈക്കയുടെ ഉൽപ്പാദനവുമാണ്. നീതി ആയോഗിനെ കുറിച്ചുള്ള പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് കണ്ടെത്തി എഴുതുക. നീതി ആയോഗ് ഒരു ഭരണഘടനാ സ്ഥാപനമാണ് എന്നുള്ളത് തെറ്റാണ്. ഉപദേശക സമിതിയാണ് അല്ലേ. 2015 ജനുവരി മാസം 1-ാം തീയതിയാണ് നീതി ആയോഗ് രൂപീകൃതമായിട്ടുള്ളത്. ഗ്രാമീണ തലം മുതൽ വിശ്വാസയോഗ്യമായ പദ്ധതികൾ രൂപീകരിക്കുന്നതിനുള്ള സംവിധാനം വികസിപ്പിക്കുക എന്നത് നീതി ആയോഗിൻ്റെ ഒരു പ്രധാന ഉദ്ദേശമാണ്. സംസ്ഥാനങ്ങളുമായുള്ള ഘടനാപരമായ പിന്തുണ, സംസ്ഥാനങ്ങളിലൂടെ സഹകരണ ഫെഡറലിസം വളർത്തിയെടുക്കുക എന്നത് മറ്റൊരു ഉദ്ദേശമാണ്. അപ്പോൾ ശരിയായത് 2015 ജനുവരി 1-ാം തീയതി രൂപീകൃതമായിട്ടുണ്ട്. ഗ്രാമീണ തലം മുതൽ വിശ്വാസയോഗ്യമായ പദ്ധതികൾ രൂപീകരിക്കുന്നതിനുള്ള സംവിധാനം വികസിപ്പിക്കുക എന്നത് നീതി ആയോഗിൻ്റെ ഒരു പ്രധാന ഉദ്ദേശമാണ്. സംസ്ഥാനങ്ങളുമായുള്ള ഘടനാപരമായ പിന്തുണ, സംവിധാനങ്ങളിലൂടെ സഹകരണ ഫെഡറലിസം വളർത്തിയെടുക്കുക എന്നത് മറ്റൊരു ഉദ്ദേശമാണ്. ഇങ്ങനെയുള്ള ഈ ഉദ്ദേശങ്ങളൊക്കെ തീർച്ചയായിട്ടും പഠിച്ചിട്ട് തന്നെ പോകണം കേട്ടോ. കാരണം ഇങ്ങനെയൊക്കെ തന്നെയാണ് നമ്മളെ കുഴപ്പിക്കാൻ വേണ്ടിയിട്ട് സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പിലൊക്കെ തരാറുള്ളത്. 2021-22 സാമ്പത്തിക സർവേ റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യയിൽ അരി ഉൽപ്പാദനത്തിൽ ആദ്യത്തെ 3 സ്ഥാനത്ത് നിൽക്കുന്ന സംസ്ഥാനങ്ങൾ ഏതെല്ലാം? ഈ ക്വസ്റ്റ്യൻ നമുക്കിപ്പോൾ നോക്കണ്ട, അതിപ്പോൾ മാറിയിട്ടുണ്ട്. ഭരണഘടനയുടെ ഏത് അനുച്ഛേദത്തിലാണ് പൗരന്മാർക്ക് അവസര സമത്വം ഉറപ്പുവരുത്തുന്നത്? 16. ഭരണഘടനയുടെ 16-ാം അനുച്ഛേദത്തിലാണ് പൗരന്മാർക്ക് അവസര സമത്വം ഉറപ്പുവരുത്തുന്നത്. ഇന്ത്യ ഏത് രാജ്യത്തു നിന്നാണ് റാഫേൽ യുദ്ധവിമാനം വാങ്ങിയത്? ഫ്രാൻസ്. ഇന്ത്യ ഫ്രാൻസിൽ നിന്നാണ് റാഫേൽ യുദ്ധവിമാനം വാങ്ങിയിട്ടുള്ളത്. ഇന്ത്യയിൽ എവിടെയാണ് ഡിസ്ട്രിക്ട് ഗുഡ് ഗവേണിംഗ് ഇൻഡെക്സ് ആരംഭിച്ചത്? ജമ്മു കാശ്മീർ. ഇന്ത്യയിൽ എവിടെയാണ് ഡിസ്ട്രിക്ട് ഗുഡ് ഗവേണിംഗ് ഇൻഡെക്സ് ആരംഭിച്ചത്? ജമ്മു കാശ്മീർ. രാഷ്ട്രപിതാവായ ഗാന്ധിജിയുടെ ആശയങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഭരണഘടനയുടെ ഏതു ഭാഗത്താണ്? നിർദ്ദേശക തത്വങ്ങൾ. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എത്ര തവണ ഭേദഗതി ചെയ്തിട്ടുണ്ട്? 1 തവണ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ കുറിച്ച് ശരിയായവ ഏത്?
1ഉം 2ഉം ശരിയാണ്. അംഗങ്ങളെ 5 വർഷത്തേക്കാണ് തിരഞ്ഞെടുക്കുന്നത്. 1/3 സീറ്റ് സ്ത്രീകൾക്ക് സംവരണം ചെയ്യുന്നു. ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? 1ഉം 2ഉം ശരിയാണ്. ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശക പ്രകാരമാണ് ഭരണഘടനാ നിർമ്മാണ സമിതി രൂപീകരിച്ചത്. അവിഭക്ത ഇന്ത്യക്ക് വേണ്ടിയാണ് ഭരണഘടനാ നിർമ്മാണ സമിതി ഔദ്യോഗികമായി സംഘടിപ്പിച്ചത്. ഇത് രണ്ടും ശരിയായിട്ടുള്ളതാണ്. അപ്പോൾ ഇവിടെ 1ഉം 2ഉം ആണ് ശരി, 3 തെറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷനാണ് ഇവിടെ വരുന്നത്. നഗരങ്ങളിൽ എത്തുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും സുരക്ഷിത താമസ സൗകര്യം ഒരുക്കുന്ന സംസ്ഥാന സർക്കാരിൻ്റെ പദ്ധതി ഏത്? എൻ്റെ കൂട്. നഗരങ്ങളിലെത്തുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും സുരക്ഷിത താമസ സൗകര്യം ഒരുക്കുന്ന സംസ്ഥാന സർക്കാരിൻ്റെ പദ്ധതിയാണ് എൻ്റെ കൂട്. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് എവിടെ? തിരുവനന്തപുരം. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം. സംസ്ഥാന ആസൂത്രണ ബോർഡ് അധ്യക്ഷൻ ആര്? മുഖ്യമന്ത്രി. സംസ്ഥാന ആസൂത്രണ ബോർഡ് അധ്യക്ഷൻ മുഖ്യമന്ത്രി. സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കുമുള്ള സംസ്ഥാന സർക്കാരിൻ്റെ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി താഴെ പറയുന്നവയിൽ ഏതാണ്? മെഡിസെപ്. സംസ്ഥാന ഗവർണറെ നിയമിക്കുന്നത് ആരാണ്? പ്രസിഡന്റ്. സംസ്ഥാന വനിതാ കമ്മീഷൻ രൂപീകരിച്ചത് 1996-ലാണ്. വനിതാ കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷ ബാലാമണിയമ്മ ആയിരുന്നു. 2023 ജനുവരിയിൽ അധ്യക്ഷ സ്ഥാനം വഹിക്കുന്നത് പി സതീദേവിയാണ്. മുകളിൽ കൊടുത്തിരിക്കുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏത്? 2ആണ് തെറ്റായിട്ടുള്ളത്. വനിതാ കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷ ബാലാമണിയമ്മ ആയിരുന്നില്ല, സുഗതകുമാരി ടീച്ചറായിരുന്നു. ചുവടെ കൊടുത്തിട്ടുള്ളവയിൽ 2022 സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷൻ ആര്? ആന്റണി ഡൊമിനിക്. നെഫ്രൈറ്റിസ് മനുഷ്യ ശരീരത്തിലെ ഏത് അവയവത്തെ ബാധിക്കുന്ന രോഗമാണ്? വൃക്ക. താഴെ കൊടുത്തിരിക്കുന്നവയിൽ പിത്തരസത്തെക്കുറിച്ച് തെറ്റായ പ്രസ്താവനകൾ ഏത്? 1ഉം 3ഉം തെറ്റാണ്. 1ഉം 3ഉം തെറ്റാണ്. പിത്തരസം വൃക്ക ഉൽപ്പാദിപ്പിക്കുന്നു എന്ന് പറയുന്നത് തെറ്റാണ്. പിത്തരസം അന്നജത്തെ വിഘടിപ്പിക്കുന്നു എന്ന് പറയുന്നത് തെറ്റാണ്. ഇവിടെ ആൻസറായിട്ട് വരുന്നത് സി ആണ്. ശരിയായിട്ടുള്ളത് പിത്തരസത്തിൽ എന്താണ്? എൻസൈമുകളൊന്നും തന്നെയില്ല. പിത്തരസം ഭക്ഷണത്തെ ക്ഷാരഗുണമുള്ളതാക്കുന്നു. വിറ്റാമിൻ എയുടെ തുടർച്ചയായ അഭാവം മൂലം കോർണിയ അതാര്യമായി തീരുന്ന അവസ്ഥ ഏത്? സീറോഫ്താൽമിയ. ലോക പ്രമേഹ ദിനമായി ആചരിക്കപ്പെടുന്നത് നവംബർ 14. താഴെ കൊടുത്തിരിക്കുന്ന പട്ടികയിൽ ശരിയായ രീതിയിൽ യോജിപ്പിച്ചിരിക്കുന്നവ ഏത്? 1ഉം 4ഉം. പൈനിയൽ ഗ്രന്ഥി മെലാറ്റോണിൻ ഉൽപ്പാദിപ്പിക്കുന്നു. അഡ്രിനൽ ഗ്രന്ഥി കോർട്ടിസോൾ ഉൽപ്പാദിപ്പിക്കുന്നു. എലിപ്പനിക്ക് കാരണമായ രോഗാണു ഏത്? ബാക്ടീരിയ. കർസാപ്പ് എന്ന കർമ്മ പദ്ധതി നാടിന് സമർപ്പിക്കപ്പെട്ടത് എന്ന്? 2018 ഒക്ടോബർ. KARSAP കേരള ആൻറ്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് സ്ട്രാറ്റജിക് ആക്ഷൻ പ്ലാൻ എന്ന കർമ്മ പദ്ധതി നാടിന് സമർപ്പിക്കപ്പെട്ടത് 2018 ഒക്ടോബറിലാണ്. അതൊക്കെ SCERT ഫാക്റ്റാണ്. 2022 ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ ആതിഥേയത്വം വഹിച്ച രാജ്യം? സ്വീഡൻ. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ വായിച്ച് ഉത്തരം തിരഞ്ഞെടുക്കുക. ഒരു കോൺവെക്സ് ദർപ്പണം രൂപീകരിക്കുന്നത് എപ്പോഴും മിഥ്യാപ്രതിബിംബം ആയിരിക്കും. ഒരു കോൺവെക്സ് ദർപ്പണം രൂപീകരിക്കുന്നത് എപ്പോഴും വസ്തുവിനേക്കാൾ ചെറിയ പ്രതിബിംബം ആയിരിക്കും. 2 പ്രസ്താവനകളും ശരിയാണ്. താഴെ കൊടുത്തിരിക്കുന്ന ഒരു കോൺവെക്സ് ദർപ്പണം രൂപീകരിക്കുന്നത് എപ്പോഴും മിഥ്യാപ്രതിബിംബമായിരിക്കും. ഒരു കോൺവെക്സ് ദർപ്പണം എപ്പോഴും എങ്ങനെയാണ്? മിഥ്യാപ്രതിബിംബമായിരിക്കും രൂപീകരിക്കുക. പിന്നെന്താണ്? ഒരു കോൺവെക്സ് ദർപ്പണം രൂപീകരിക്കുന്നത് എപ്പോഴും വസ്തുവിനേക്കാൾ ചെറിയ പ്രതിബിംബമായിരിക്കും. അപ്പോൾ കോൺവെക്സ് ലെൻസിൽ രൂപീകരിക്കപ്പെടുന്ന എന്താണ് പ്രതിബിംബങ്ങളുടെ സവിശേഷതകൾ എന്തെല്ലാമാണ്? മിഥ്യാപ്രതിബിംബമായിരിക്കും, വസ്തുവിനേക്കാൾ ചെറിയ പ്രതിബിംബം ആയിരിക്കും. ഇമ്പോർട്ടൻ്റ് ആണ് അതൊക്കെ. ഒരു മണ്ണുമാന്തി യന്ത്രത്തിൻ്റെ പ്രവർത്തനത്തിൽ പ്രധാനമായും ഉപയോഗപ്പെടുത്തിയിട്ടുള്ള ശാസ്ത്രതത്വം ഏത്? പാസ്കൽ നിയമം. ഒരു മണ്ണുമാന്തി യന്ത്രത്തിൻ്റെ പ്രവർത്തനത്തിൽ പ്രധാനമായും ഉപയോഗപ്പെടുത്തിയിട്ടുള്ള ശാസ്ത്രതത്വമാണ് പാസ്കൽ നിയമം. 2 വസ്തുക്കൾ തമ്മിലുള്ള ദൂരം പകുതിയാക്കിയാൽ അവ തമ്മിലുള്ള ഗുരുത്വാകർഷണ ബലം എത്ര മടങ്ങാകും? 4 മടങ്ങ്. മനുഷ്യനെ സ്പേസിലെത്തിക്കാനുള്ള ISROയുടെ പദ്ധതിയുടെ പേര്? ഗഗൻയാൻ. മനുഷ്യനെ സ്പേസിൽ എത്തിക്കുന്നതിനായിട്ടുള്ള ISRO പദ്ധതിയുടെ പേരാണ് ഗഗൻയാൻ.
ഗുരുത്വ തരംഗങ്ങളുടെ അസ്തിത്വത്തെക്കുറിച്ച് ആദ്യമായി പ്രവചിച്ച ശാസ്ത്രജ്ഞൻ ആര്? ആൽബർട്ട് ഐൻസ്റ്റീൻ. ഗുരുത്വ തരംഗങ്ങളുടെ അസ്തിത്വത്തെക്കുറിച്ച് ആദ്യമായി പ്രവചിച്ച ശാസ്ത്രജ്ഞനാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ. ലിഥിയം ആറ്റത്തിലെ മൗലിക കണങ്ങളുടെ എണ്ണം 3 ഇലക്ട്രോൺ, 3 പ്രോട്ടോൺ, 4 ന്യൂട്രോൺ. ലിഥിയത്തിൻ്റെ ആറ്റോമിക് നമ്പർ എത്രയാണ്? ഇവിടെ കൊടുത്തിട്ടുണ്ട് 3 ആണ്. അപ്പോൾ 3 ആറ്റോമിക് നമ്പർ തന്നെയാണ് എന്ത് എന്ന് പറയുന്നത്? പ്രോട്ടോണിൻ്റെ നമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ 3 ആണ് വരുന്നത്. ഇലക്ട്രോൺ നമ്പർ അതെങ്ങനെയാണ് ലിഥിയത്തിൽ വരുന്നത്? ഇന്നർ ഷെല്ലിൽ 2 ഇലക്ട്രോണും പിന്നെ ഔട്ടർ ഷെല്ലിൽ എങ്ങനെയാണ് 1 ഇലക്ട്രോണും ഇങ്ങനെയല്ലേ വരുന്നത്? അപ്പോൾ 3 ഇലക്ട്രോണ്. പിന്നെ ന്യൂട്രോൺ എങ്ങനെയാണ് നമുക്ക് ലഭിക്കുന്നത്? ആറ്റോമിക് മാസിൽ നിന്ന് ആറ്റോമിക് നമ്പർ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് 4 ലഭിക്കും. 4 ന്യൂട്രോൺ ലഭിക്കും. മനസ്സിലാവുന്നുണ്ടാവും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. പീരിയോഡിക് ടേബിളിനെ പറ്റിയുള്ള പ്രസ്താവനകൾ വായിച്ച് ഉത്തരം തിരഞ്ഞെടുക്കുക. ഒരു ഗ്രൂപ്പിൽ താഴേക്ക് വരുംതോറും ആറ്റത്തിൻ്റെ വലിപ്പം കൂടുന്നു. ഒരു പിരീഡിൽ ഇടത് നിന്ന് വലത്തോട്ട് പോകുന്തോറും ലോഹ സ്വഭാവം കൂടുന്നു. ഒന്ന് മാത്രമാണ് ശരി. ഒരു ഗ്രൂപ്പിൽ താഴേക്ക് വരുംതോറും ആറ്റത്തിൻ്റെ വലിപ്പം കൂടുകയാണ് ചെയ്യുന്നത്. ഒരു ഗ്രൂപ്പിൽ താഴോട്ട് വരുംതോറും ആറ്റത്തിൻ്റെ വലിപ്പം കൂടി വരുന്നു. അലൂമിനിയത്തിൻ്റെ അയിരേത്? ബോക്സൈറ്റ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് സ്ഥിതി ചെയ്യുന്ന നഗരം? ബാംഗ്ലൂർ. ഒരു അക്വേറിയത്തിൻ്റെ ചുവട്ടിൽ നിന്ന് ഉയരുന്ന വായുകുമിള മുകളിലേക്ക് വരുംതോറും മർദ്ദം കുറയുന്നതിനാൽ കുമിളയുടെ വലിപ്പം കൂടുന്നു. ഒരു അക്വേറിയത്തിൻ്റെ ചുവട്ടിൽ നിന്ന് ഉയരുന്ന വായുകുമിള മുകളിലേക്ക് പോകുന്തോറും മർദ്ദം കുറയുന്നതുകൊണ്ട് കുമിളയുടെ വലിപ്പം കൂടുന്നു. കേരളത്തിൻ്റെ തനത് നൃത്തരൂപം ഏത്? മോഹിനിയാട്ടം. രാജാ രവിവർമ്മയുടെ സൃഷ്ടി അല്ലാത്തത് ഏത്? ഉമയുടെ തപസ്യ. വീണമീട്ടുന്ന സ്ത്രീ, ഹംസവും ദമയന്തിയും വിശ്വാമിത്രനും മേനകയും രാജാ രവിവർമ്മയുടെ സൃഷ്ടിയാണ്. ഉമയുടെ തപസ്യ രാജാ രവിവർമ്മയുടെ സൃഷ്ടിയല്ല. ഋഗ്വേദവും വാൽമീകി രാമായണവും വിവർത്തനം ചെയ്ത മലയാള കവി ആര്? വള്ളത്തോൾ. ഋഗ്വേദവും വാൽമീകി രാമായണവും വിവർത്തനം ചെയ്ത മലയാള കവിയാണ് വള്ളത്തോൾ. കപടലോകത്തിലെന്നുടെ കാപട്യം സകലരും കാണുന്നതാണെന്ന് പരാജയം. ആരുടെ വരികളാണിവ? കുഞ്ഞുണ്ണി മാഷ്. ചാണക്യൻ്റെ അർത്ഥശാസ്ത്രത്തിൽ ചൂർണി എന്ന് വിളിക്കപ്പെടുന്ന നദി ഏതാണ്? പെരിയാർ. ക്രിക്കറ്റിൻ്റെ ഉത്ഭവം ഏത് രാജ്യത്താണ്? ഇംഗ്ലണ്ട്. ആരുടെ ആത്മകഥയാണ് തുടിക്കുന്ന താളുകൾ? ചങ്ങമ്പുഴ. ആരുടെ ആത്മകഥയാണ് തുടിക്കുന്ന താളുകൾ? ചങ്ങമ്പുഴ. വർദ്ധിച്ചു വരുന്ന ഓൺലൈൻ കുറ്റകൃത്യങ്ങളെയും ചൂഷണങ്ങളെയും കുറിച്ച് കുട്ടികളെ പഠിപ്പിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ കേരള പോലീസ് ബച്പൻ ബച്ചാവോ ആന്തോളനുമായി ചേർന്ന് നടപ്പിലാക്കിയ പദ്ധതിയുടെ പേരെന്താണ്? കൂട്ട്. വർദ്ധിച്ചു വരുന്ന ഓൺലൈൻ കുറ്റകൃത്യങ്ങളെയും ചൂഷണങ്ങളെയും കുറിച്ച് കുട്ടികളെ പഠിപ്പിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ കേരള പോലീസ് ബച്പൻ ബച്ചാവോ ആന്തോളനുമായി ചേർന്ന് നടപ്പിലാക്കിയ പദ്ധതിയുടെ പേരാണ് കൂട്ട്. കമ്പ്യൂട്ടർ വിഭവങ്ങൾ ഉപയോഗിച്ച് ആൾമാറാട്ടം നടത്തിയാൽ ഏത് സെക്ഷൻ പ്രകാരമാണ് ശിക്ഷ നടപ്പിലാക്കുന്നത്? 66D പ്രകാരം. കമ്പ്യൂട്ടർ വിഭവങ്ങൾ ഉപയോഗിച്ച് ആൾമാറാട്ടം നടത്തിയാൽ ഏത് സെക്ഷൻ പ്രകാരമാണ് ശിക്ഷ നടപ്പിലാക്കുന്നത്? 66D പ്രകാരം. ഇന്ത്യയിൽ ദേശീയ സൈബർ സുരക്ഷാ ബോധവൽക്കരണ മാസം എന്നാണ്? ഒക്ടോബർ. ഇന്ത്യയിൽ ദേശീയ സൈബർ സുരക്ഷാ ബോധവൽക്കരണ മാസം എന്നാണ്? ഒക്ടോബർ. കമ്പ്യൂട്ടറിലേക്ക് അക്ഷരങ്ങൾ, ചിഹ്നങ്ങൾ, സംഖ്യകൾ എന്നിവ ടെക്സ്റ്റ് രൂപത്തിൽ ഇൻപുട്ട് ചെയ്യുവാൻ ഉപയോഗിക്കുന്ന ഉപകരണം? കീബോർഡ്. ഏതു തരംഗങ്ങളാണ് ബ്ലൂടൂത്ത് സംവിധാനത്തിൽ ഉപയോഗിക്കുന്നത്? റേഡിയോ തരംഗം. പ്രസ്താവന എ. നിയമസഭാ സ്പീക്കറുടെ കൈവശം ഉള്ള ഒരു വിവരവും വിവരാവകാശ നിയമപ്രകാരം ലഭ്യമാകേണ്ടതില്ല. പാർലമെൻറ്റിൻ്റെയോ സംസ്ഥാന നിയമസഭയുടെയോ പ്രത്യേക അവകാശങ്ങളുടെ ലംഘനത്തിന് കാരണമായേക്കാവുന്ന വിവരങ്ങൾ പൗരന് വെളിപ്പെടുത്തി കൊടുക്കുന്നതിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിരിക്കുന്നു. ഇതിലേതാണ് ശരി? ഏത് പ്രസ്താവനയാണോ ശരി, കാരണമാണോ ശരി? അങ്ങനെയാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. എ തെറ്റാണ്, ആർ ശരിയാണ്. എ തെറ്റാണ്. നിയമസഭാ സ്പീക്കറുടെ കൈവശമുള്ള എല്ലാ വിവരവും എന്താണ്? വിവരാവകാശ നിയമപ്രകാരം ലഭ്യമാക്കാൻ കഴിയും. പിന്നെ പാർലമെൻറ്റിൻ്റെയോ സംസ്ഥാന നിയമസഭയുടെയോ പ്രത്യേക അവകാശങ്ങളുടെ ലംഘനത്തിന് കാരണമായേക്കാവുന്ന വിവരങ്ങൾ പൗരന് വെളിപ്പെടുത്തി കൊടുക്കുന്നതിൽ നിന്നെന്താണ് ഒഴിവാക്കപ്പെട്ടിട്ടുണ്ട്. താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക.
3 മാത്രമാണ് ഇവിടെ തെറ്റായിട്ട് വരുന്നത്. പുതുക്കിയ ഉപഭോക്തൃ സംരക്ഷണം 2019-2020 ജൂലൈ 20 മുതലാണ് പ്രാബല്യത്തിൽ വന്നിട്ടുള്ളത്. ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 മധ്യസ്ഥത തർക്കപരിഹാര സംവിധാനത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. ഇത് രണ്ടും ശരിയായിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. തെറ്റാണ് ചോദിച്ചിരിക്കുന്നത്, 3 തെറ്റാണ്. ഇവിടെ ആൻസർ സി 3 മാത്രം എന്നുള്ളതാണ് വരുന്നത്. 61 വയസ്സുള്ള എ എന്ന വിഭാര്യനായ വ്യക്തി തൻ്റെ മക്കളായ എക്സ്, വൈ, സെഡ് എന്നിവർക്കായി തൻ്റെ സ്വത്ത് സമ്പാദ്യങ്ങൾ തുല്യമായി വീതിച്ചു നൽകുന്നുണ്ടെങ്കിൽ സ്വയം പരിപാലിക്കാൻ വയ്യാത്ത അവസ്ഥയിൽ അദ്ദേഹത്തെ പരിപാലിക്കാനുള്ള കടമ ആർക്കാണ്? എക്സിനും വൈക്കും തുല്യമായി. ഗാർഹിക പീഡനത്തിൽ നിന്നും സ്ത്രീകളെ സംരക്ഷിക്കുന്നതിനുള്ള നിയമം 2005 19 വകുപ്പ് പ്രകാരം മജിസ്ട്രേറ്റ് പുറപ്പെടുവിക്കുന്ന താമസ ഉത്തരവ് പ്രകാരം ഏതൊക്കെ നിവൃത്തികളാണ് പരാതിക്കാരിക്ക് ലഭ്യമായിട്ടുള്ളത്? എയും ബിയും. ആൻസർ വരുന്നത് ഡി ആണ് കേട്ടോ. ആൻസർ വരുന്നത് ഡി ആണ്. അതായത് എയും ബിയും എന്നുള്ളതാണ്. പരാതിക്കാർക്ക് നിയമപരമായി അവകാശമില്ലെങ്കിലും എതിർകക്ഷിക്കൊപ്പം പങ്കുപാർത്ത വീട്ടിൽ നിന്ന് ഒഴിപ്പിക്കുകയോ താമസിക്കുന്നതിന് ശല്യം ചെയ്യുകയോ ചെയ്യുന്നതിനെ വിലക്കിയിട്ടുള്ള ഉത്തരവ്, പങ്കുപാർത്ത വീട് വിൽക്കുന്നതിനോ കൈമാറ്റം ചെയ്യുന്നതിനോ മറ്റേതെങ്കിലും വിധത്തിൽ അന്യാധീനപ്പെടുത്തുന്നതിനോ എതിർകക്ഷി ശ്രമിക്കുന്നതിനെ വിലക്കുന്നതിനുള്ള ഉത്തരവ്. ആൻസർ വരുന്നത് ഡി ആണ്. ലൈംഗിക അതിക്രമങ്ങളിൽ നിന്ന് കുട്ടികൾക്കുള്ള സംരക്ഷണം 2012 പ്രകാരം കുട്ടി എന്ന് വെച്ചാൽ ആരാണ്? 18 വയസ്സ് താഴെയുള്ള ഒരു വ്യക്തി. ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ നിലവിൽ ആരാണ്? മിസസ് രേഖ ശർമ്മ. സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശങ്ങൾ ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് അനുച്ഛേദത്തിലാണ് പ്രതിപാദിക്കുന്നത്? 29, 30. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കിയത് 70 GK ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ എല്ലാവരും എല്ലാ ഏരിയ ഒന്ന് ഓടിച്ച് ടച്ചായി എന്ന് വിചാരിക്കുന്നു. ക്ലാസ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ വീണ്ടും നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും താങ്ക് യു.